ശരിക്കും ഈ കോൺട്രാസ്റ്റ് എന്താണെന്ന് അറിയാമോ? പലരും വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ കോൺട്രാസ്റ്റ് ഒക്കെ അങ്ങ് കൂട്ടി വയ്ക്കും. സത്യത്തിൽ പലർക്കും കോൺട്രാസ്റ്റ് എന്താണെന്ന് അറിയില്ല. ഈ കോൺട്രാസ്റ്റ് കൂട്ടുന്ന സമയത്ത് തന്നെ സാച്ചുറേഷൻ കൂടുന്നത് പോലെ നമുക്ക് തോന്നാറില്ലേ? അതെന്തുകൊണ്ടാണ്? അറിയില്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് എന്താണ് കോൺട്രാസ്റ്റ് എന്ന് നോക്കാം. അതിനു മുമ്പ് ഇവിടെ ഒരു ഫുട്ടേജ് നിങ്ങൾക്ക് കാണാം. ഇതിൽ കുറച്ച് കോൺട്രാസ്റ്റ് ആവശ്യമുണ്ട്. അപ്പോൾ കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നടക്കുന്നത് എന്താണെന്ന് നോക്കിക്കോളൂ. ഞാൻ ഇവിടെ കോൺട്രാസ്റ്റ് ഇവിടെ പ്രൈമറി കളർ വീൽസിലുണ്ട്, അതൊന്ന് ഇൻക്രീസ് ചെയ്യണേ. എന്തെങ്കിലും വ്യത്യാസം മനസ്സിലായോ? ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. പക്ഷെ നമ്മൾ ഇവിടെ കളർ ഓഫ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത വ്യത്യാസം എത്രമാത്രമാണെന്ന് മനസ്സിലാവും. കണ്ടോ? ഈ ഒരു ഫുട്ടേജിനെയാണ് നമ്മൾ ചെറിയൊരു കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് കൊണ്ട് ഇങ്ങനെ മാറ്റിയത്. സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഇത് ഇൻക്രീസ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ബ്ലാക്ക് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടല്ലോ, വീണ്ടും ബ്ലാക്കായി നല്ല രീതിയിൽ ബ്ലാക്ക് കൂടി കൂടി വന്നു. അതായത് അണഞ്ഞു കിടന്ന ഓഫായിട്ട് കിടന്ന ഒരു ബ്ലാക്കിനെ നമ്മൾ വീണ്ടും നല്ല രീതിയിൽ ബ്ലാക്ക് കൂട്ടിക്കൊണ്ട് വരികയാണ് ഈ കോൺട്രാസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം എന്തുകൂടി കൂടുന്നുണ്ട്? ഹൈലൈറ്റ് ആയിട്ടുള്ള ഏരിയ, നമ്മുടെ വീഡിയോയിൽ ലൈറ്റ് ആയിട്ടുള്ള ഏരിയാസ് വീണ്ടും ബ്രൈറ്റ് ആവും. ഇതാണ് നമ്മുടെ ഒരു കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നത്. ഞാൻ ഇവിടെ ഓഫ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ? ഇപ്പോൾ ഓഫ് ചെയ്തപ്പോൾ നിങ്ങൾ ഈ ഒരു ബ്ലാക്ക് ഏരിയയും ഈ ഒരു വൈറ്റ് ഏരിയയും നോക്കിക്കോളുക. അതായത് ഹൈലൈറ്റ് ഏരിയയും നോക്കിക്കോ. ഓൺ ആക്കിയപ്പോൾ കണ്ടോ, ഹൈലൈറ്റ് വീണ്ടും ലൈറ്റ് കൂടി, ബ്ലാക്ക് വീണ്ടും ബ്ലാക്കായി. ഇത് വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഇമേജ് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഇമേജ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഈ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ബ്ലാക്ക്, റൈറ്റ് സൈഡിൽ വൈറ്റ് ആണ് അല്ലേ? നടുക്ക് എന്താണ്? സെൻറ്ററിൽ ഈ ഒരു വൈറ്റും ബ്ലാക്കും കൂടി വന്നിട്ട് മെർജായി നിൽക്കുകയാണ്. ഇപ്പോൾ ഞാനിതിൽ കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കൂ. എന്തു പറ്റി? ആ ഒരു മെർജായി നിന്നില്ലേ, അതായത് രണ്ടും കൂടി ബ്ലെൻഡ് ആയിട്ട് നിന്ന് അത് മാറിയിട്ട് ആ ഒരു ഇമേജിൽ എവിടെയൊക്കെ ബ്ലാക്ക് ഉണ്ടായിരുന്നോ അത് ഭയങ്കര ബ്ലാക്കായി, ഡീപ്പ് ബ്ലാക്കുമായി. അതുപോലെ എവിടെയൊക്കെ വൈറ്റ് ഉണ്ടായിരുന്നോ അത് ഫുള്ള് വൈറ്റുമായി അല്ലേ? അപ്പോൾ നമ്മൾ ഈ കോൺട്രാസ്റ്റ് കൂട്ടുന്ന സമയത്ത് നമുക്ക് ബ്ലാക്ക് മാത്രം കൂട്ടിയാൽ മതി, അല്ലെങ്കിൽ അതിലുള്ള വൈറ്റ് മാത്രം കൂടുതൽ എഫക്റ്റ് ആയാൽ മതി എന്നാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിൻ്റെ തൊട്ടുപുറത്ത് ഈ പിവറ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. പിവറ്റിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന നമുക്ക് കാണാം. കണ്ടോ? അപ്പോൾ ഈ ഒരു പിവറ്റിൻ്റെയും കോൺട്രാസ്റ്റിൻ്റെയും വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് എന്തിനാണ് ഈ പിവറ്റ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും കേട്ടോ. അതൊന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. അപ്പോൾ ഇവിടെ നമ്മൾ കോൺട്രാസ്റ്റിലോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ രണ്ടും സെപ്പറേറ്റ് കളറായി അല്ലേ? രണ്ടും കൂടി ഇതേപോലെ ഇങ്ങനെ ബ്ലെൻഡായി കിടന്നതാണ്. നമ്മൾ കോൺട്രാസ്റ്റ് കൂട്ടുന്നതനുസരിച്ച് ബ്ലാക്ക് വീണ്ടും ബ്ലാക്കായി. അതിപ്പോൾ നടന്നത് എന്താണെന്ന് നോക്കിയോ. ഈ ഏരിയാസിലെല്ലാം ബ്ലാക്ക് ഉണ്ട്, പക്ഷെ എന്നാൽ നല്ല ഫെയ്ഡ് ആയിട്ടുള്ള ബ്ലാക്കാണ് കിടക്കുന്നത്. ഇവിടെയാണ് നല്ല ഡാർക്ക് ആയിട്ടുള്ള ബ്ലാക്ക്. ഇവിടെ വരുംതോറും എന്താണ് ഡെപ്ത് കുറഞ്ഞ അല്ലെങ്കിൽ ഡീപ്പായിട്ടുള്ള ബ്ലാക്ക് അല്ല. അപ്പോൾ ഇവിടെ നമ്മൾ കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതോടുകൂടി അതെന്ത് ചെയ്തു? ഈ ഒരു ബ്ലാക്ക് എല്ലാം കൂടി നല്ല ടൈറ്റായിട്ട് നല്ല ബ്ലാക്കായി. അതേസമയം അതിലുണ്ടായിരുന്ന വൈറ്റ് എല്ലാം നല്ല ബ്രൈറ്റുമായി. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ നേരത്തെ ആ ഒരു വീഡിയോയിൽ നടന്നത്. ഇവിടെയും ഇത് തന്നെയാണ് സംഭവിച്ചത്. എന്തു പറ്റി? ഇതിലുള്ള ബ്ലാക്ക് ഏരിയാസ് വീണ്ടും ബ്ലാക്കായി, വൈറ്റ് ഏരിയാസ് വീണ്ടും നല്ല ബ്രൈറ്റായി. ഇപ്പം നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് എങ്ങനെയാണ് വർക്കാവുന്നതെന്ന് മനസ്സിലായോ? ഈ ഒരു ഇമേജിൽ നമുക്ക് അതൊന്നുകൂടി നോക്കാം. നോക്കിക്കോ, ഞാൻ കോൺട്രാസ്റ്റ് ഫുള്ള് കട്ട് ചെയ്യണേ. ഫുള്ള് കട്ട് ചെയ്തപ്പോൾ എന്തു പറ്റി? എല്ലാം ഗ്രേ ആയി, ഫുള്ള് ഗ്രേ ആയി. മനസ്സിലായോ? ഇത് നമ്മൾ കോൺട്രാസ്റ്റ് കൂട്ടുന്നതനുസരിച്ചിട്ട് ബ്ലാക്കിനും വൈറ്റിനും സെപ്പറേഷൻ വരുവാണ്. കണ്ടോ? കുറേശ്ശെ സെപ്പറേഷൻ വന്ന് 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 കൂട്ടുന്നതിനനുസരിച്ച് നല്ല സെപ്പറേഷൻ ആവും. മനസ്സിലായോ? അതായത് വൈറ്റ് വീണ്ടും വൈറ്റായി, ബ്ലാക്ക് വീണ്ടും നല്ല ബ്ലാക്കായി. ഈ കോൺട്രാസ്റ്റ് കൂട്ടുമ്പോൾ ബ്ലാക്ക് കൂടുന്ന ഓക്കെ, വൈറ്റ് കൂടുന്ന ഓക്കെ, എല്ലാം ബ്രൈറ്റ് ആവുന്നു, ബ്ലാക്ക് നല്ല ഡീപ്പ് ബ്ലാക്കും ആവുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഈ കളർ ബൂസ്റ്റ് ആവുന്നതായിട്ട് തോന്നുന്നത്? ഇതേ സെയിം കാര്യം തന്നെ ബാക്കി എല്ലാ കളറിലും നടക്കും. മനസ്സിലായോ? ഈ കോൺട്രാസ്റ്റ് കൂടുന്ന സമയത്ത് നമുക്കറിയാം RGB കളേഴ്സ് ഉണ്ടല്ലോ, ഈ RGB കളറിൻ്റെ സെപ്പറേഷനും കൂടും. ഞാൻ സിമ്പിളായിട്ട് ഇവിടെ കാണിച്ചു തരാം. ഇവിടെ ഞാനൊരു RGB ഒരു ഇമേജ് എടുത്തിട്ടിട്ടുണ്ട്. കണ്ടോ? ഈ ഒരു ഇമേജിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട് നമ്മുടെ അല്ലേ? ഇത് ബ്ലെൻഡായി കിടക്കുവാണ്, എല്ലാം കൂടി ഒരുമിച്ച് മെർജായി ബ്ലെൻഡായി കിടക്കുവാണ്. സെപ്പറേഷൻ ഒന്നുമില്ലല്ലോ ഇത് തമ്മിൽ. കണ്ടോ? അപ്പം ഞാനിതിൽ കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യുവാണേ. നമ്മൾ നേരത്തെ ബ്ലാക്കിൽ നടന്ന അതേ സംഭവം ഇവിടെ നടക്കുന്നു. നോക്കിയോ, ഫുള്ള് കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്ത് വെച്ചപ്പോൾ എന്തു പറ്റി?
ഓരോ കളറും സെപ്പറേഷൻ വന്നു, ഓരോ കളറിന്റെ ഇടയിലും ഓരോ സെപ്പറേഷൻ വന്നു. നേരത്തെ എല്ലാം കൂടി മെർജായി ഒരുമിച്ച് കിടന്നെങ്കിൽ ഇപ്പൊ എന്തു പറ്റി? ഓരോന്നിന്റെ ഇടയിലും സെപ്പറേഷൻ വന്നു. ഈ ഒരു സെപ്പറേഷൻ കാരണമാണ് വീഡിയോയിൽ നമ്മൾ കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അത് കുറച്ചും കൂടി നല്ല കളർഫുൾ ആയിട്ട് തോന്നുന്നത്. മനസ്സിലായോ? നേരത്തെ എല്ലാം കൂടി മെർജായി ഒരുമിച്ച് കിടന്നുകൊണ്ടാണ്. ഇപ്പൊ കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇതിനെല്ലാം സെപ്പറേഷൻ വരും. ഈ കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഈ പിവറ്റ് എന്ന് പറഞ്ഞ സംഭവം വലിയൊരു റോള് കൺട്രോൾ ചെയ്യുന്നുണ്ട്. കാരണം ഇത് സെന്ററിൽ പിടിച്ചെടുത്തിരിക്കുകയാണ്, സെന്ററിൽ വെച്ചുകൊണ്ട് ഇതിനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ പിവറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ സെലക്ഷൻ അങ്ങോട്ടും മാറും. കണ്ടോ? ഏതിനെ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് ഈ ഒരു പിവറ്റ് തീരുമാനിക്കും. അതുകൊണ്ട് ഈ പിവറ്റും കോൺട്രാസ്റ്റും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടോളൂ കേട്ടോ. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് നമ്മളുടെ ഇമേജിന് കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സാച്ചുറേഷൻ കൂടി കയറി വരുന്നൊരു ഫീല് കിട്ടുന്നതെന്ന്? ഓരോ കളറിനും അതിൻ്റെ സെപ്പറേഷൻ കിട്ടുന്നത് കൊണ്ടാണെന്ന് ഇപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലായില്ലേ? ഇതാണ് കോൺട്രാസ്റ്റ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇമേജിലുള്ള ബ്ലാക്കും വൈറ്റും ആയിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലായോ? അപ്പം നിങ്ങൾ ചോദിക്കും, ഈ ഒരു കളർ അപ്പം മാറിയതോ? അപ്പോൾ ബ്ലാക്കും വൈറ്റും മാത്രമാണോ മാറുന്നത്? ഈ കളറും മാറുന്നുണ്ടല്ലോ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവിടെ ഈ ബ്ലാക്കും വൈറ്റും സെപ്പറേഷൻ വരുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ആ ഒരു കളറിന് സെപ്പറേഷൻ വരുന്നത്. മനസ്സിലായോ? ഞാൻ അത് സിമ്പിളായിട്ട് കാണിച്ചു തരാം. ഞാൻ ഇവിടെ കോൺട്രാസ്റ്റ് ഫുള്ള് കട്ട് ചെയ്യാണേ. ഓക്കെ, കട്ട് ചെയ്തു. ഇപ്പം നിങ്ങൾ ഈ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ ഈ റെഡ് നിങ്ങൾക്ക് കാണാം, ബ്ലൂ കാണാം, ഗ്രീൻ കാണാം, എല്ലാ കളറും കാണാം, എല്ലാം ഉണ്ട്, ഇവിടെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു ഏരിയയൊക്കെ ലൈറ്റാണ്. മനസ്സിലായോ? ഞാനിവിടെ ഇത് കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നോക്കിക്കോ, എന്താ പറ്റുന്നത്? അവിടെ ആ ഒരു കളറിന്റെ ഡെപ്ത് ഭയങ്കരമായിട്ട് കൂടുന്ന നമുക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഒന്നുകൂടി കുറച്ച് കാണിച്ചു തരാം. നോക്കി, ഒറ്റയടി കുറച്ച് കാണിച്ചു തരാം. കണ്ടോ? ഇപ്പോൾ ബ്ലൂ ഒക്കെ ഒരു ലൈറ്റ് ആയിട്ടുള്ള കളർ നിൽക്കുവാണ്, ലൈറ്റ് കളറാണെന്ന് മനസ്സിൽ വെച്ചോളൂ. ഇത് നമ്മളിത് കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നോക്കിയേ, കണ്ടോ? നല്ല കടുത്ത കളറാവുന്നുണ്ടോ? ഈ കടുത്ത കളർ ആവാൻ സഹായിക്കുന്നത് എന്താണ്? ആ ബ്ലാക്കും വൈറ്റും തമ്മിലുള്ള സെപ്പറേഷൻ അവിടെ വരുന്നതുകൊണ്ടാണ്. മനസ്സിലായോ? ഈ ബ്ലാക്ക് കൂടുന്നതോടുകൂടിയാണ് എന്ത് പറ്റിയത്? ഇത് നല്ല കടുത്ത കളർ കിട്ടി തുടങ്ങിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബ്ലാക്കും വൈറ്റും തമ്മിലുള്ള വ്യത്യാസമാണ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോൺട്രാസ്റ്റ് വ്യത്യാസം വരുന്നതോടുകൂടി നമ്മുടെ എല്ലാ കളറിൻ്റെ ഇടയിലുള്ള സെപ്പറേഷനും മാറുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇമേജ് കുറച്ചും കൂടി കളർഫുള്ളായിട്ട് ബൂസ്റ്റ് ആയതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് കോൺട്രാസ്റ്റിൽ ഉണ്ടാവുന്ന ആ ഒരു സാച്ചുറേഷൻ്റെ ആ ഒരു വ്യത്യാസം. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതാണ് കോൺട്രാസ്റ്റ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.